ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സിമ്പിൾ അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. പഴം, നല്ല പഴുത്ത പഴം വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല ഹെൽത്തി നൂൽപുട്ട് റെസിപ്പിയാണ് കേട്ടോ. പഴം കൊണ്ടുള്ള ഒന്നിക്കിൽ പഴം ഇടിയപ്പം അല്ലെങ്കിൽ പഴം നൂൽപുട്ട് എന്ന് പറയും. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പഴം നൂൽപുട്ട് അല്ലെങ്കിൽ പഴം ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴം ഒന്ന് വേവിച്ചെടുക്കണം, ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇത് സ്റ്റീമറിലേക്ക് ഒരു 3 നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല പഴുത്ത പഴം നോക്കിയിട്ട് തന്നെ എടുക്കട്ടെ. അപ്പോൾ എത്രത്തോളം പഴം പഴുക്കുന്നോ അതിനനുസരിച്ച് ഈ നൂൽപുട്ടിന് ടേസ്റ്റ് കൂടും. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കളറും കിട്ടും കേട്ടോ. തൊലി ഭയങ്കര കറുത്ത പഴമില്ലേ, അങ്ങനത്തതൊക്കെ നമ്മൾ തനിയെ കഴിക്കാൻ പറ്റാത്തത്ര കറുപ്പുള്ള പഴം, അതൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് കഴിച്ച് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അറിയാമല്ലോ എല്ലാവർക്കും സ്റ്റീം ചെയ്തെടുക്കാൻ ഒരു 5-8 മിനിറ്റോളം നല്ലപോലെ സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ പഴമൊക്കെ കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് സ്റ്റീമായി വന്നിട്ടുണ്ട്. തൊലിയൊക്കെ ജസ്റ്റ് ഒന്ന് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ചൂടോടെ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പഴത്തിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ടുള്ള ഏലക്കയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, അങ്ങനെയാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. അത് നിങ്ങൾ ഓരോരുത്തർ എടുക്കുന്ന പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ അളവിലും. അപ്പോൾ ഞാനിപ്പോൾ 6 ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ കറക്റ്റ് ആയിരുന്നു കേട്ടോ മധുരം. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഒട്ടും കട്ടയും തരികളും ഒന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് ഇതുപോലെ ഞാൻ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, കാരണം പഴം നന്നായിട്ട് വെന്തയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു തിക്നെസ് തന്നെ അരച്ചെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 1 കപ്പ് ചേർക്കുന്നുണ്ട്. 250 ml 1 കപ്പ് അരിപ്പൊടി. അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ ഏതാണോ കയ്യിലുള്ളത്, ഏത് അരിപ്പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. പുട്ടുപൊടി ഇടിക്കണ്ട, ബാക്കി ഏതായാലും കുഴപ്പമില്ല. ചേർത്തിട്ട് ഒരല്പം ഉപ്പും കൂടി, ഒന്ന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1-2 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് അരിപ്പൊടി അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും വെള്ളമെല്ലാം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോയി പോകും. അതുകൊണ്ട് തന്നെ ആദ്യം 1 കപ്പ് ചേർക്കുക, എന്നിട്ട് എത്രത്തോളം വേണം എന്നുള്ളത് നോക്കി ചേർക്കട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ടി വരില്ല, ആ ഒരു പഴത്തിൻ്റെ ടേസ്റ്റ് തന്നെ ഇതും വന്നോളൂ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഈ ഒരു രീതിക്ക് ഞാൻ കുഴച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ അതിൻ്റെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ആയില്ല. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും കുറച്ചുകൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 1/2 കപ്പാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ 1.5 കപ്പ് 250 ml മെഷറിംഗ് കപ്പിൽ 1.5 കപ്പാണ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെനിക്ക് കറക്റ്റ് അളവാണ്, കാരണം വീണ്ടും ഞാൻ എക്സ്ട്രാ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കുന്നില്ല. ആ ഒരു പഴത്തിൻ്റെ ആ ഒരു മാവ് തന്നെ കുഴച്ചെടുക്കാനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് ഒരല്പം നെയ്യില്ല, നമ്മുടെ ആർക്കിജോ മിൽമ നെയ്യോ അങ്ങനത്തെ ഏതെങ്കിലും നെയ്യ് ഒന്ന് കയ്യിൽ തടവിയിട്ട് ആ കൈ കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. നിർബന്ധമില്ല, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്ത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, പക്ഷേ നെയ്യിലാണ് ആ കറക്റ്റ് ടേസ്റ്റ് വരിക. അപ്പോൾ ഏതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അറിയാമല്ലോ ഇടിയപ്പത്തിൻ്റെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുപോലെ ഞാൻ നന്നായിട്ട് കുഴച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കയ്യിൽ ഇതുപോലെ ബോൾസാക്കി ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നമുക്ക് കണ്ടില്ലേ ഈ ഒരു സോഫ്റ്റോട് കൂടിയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റണം. ഓവർ ടൈറ്റായിട്ടും വേണ്ട, ഓവർ ലൂസായിട്ടും വേണ്ട കേട്ടോ, കറക്റ്റ് പാകത്തിന്, എങ്കിലേ ആ ഒരു നൂല് പോലെ നല്ല ഭംഗിയിൽ തന്നെ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇടിയപ്പം ചുട്ടെടുക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഈ ഒരു ഐറ്റം ഉണ്ടാവില്ല, നമ്മുടെ നൂൽപുട്ട് മേക്കർ അല്ലെങ്കിൽ ഇടിയപ്പം മേക്കർ. അപ്പോൾ അതെടുക്കുക, ആ സേവനഴി എന്ന് പറയില്ല, അതിലേക്ക് നന്നായിട്ട് ഓയിലോ വെളിച്ചെണ്ണയോ നെയ്യോ എന്താണോ ഇഷ്ടമുള്ളത് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മാവൊന്നും സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിൽ ഞാൻ നന്നായിട്ട് നെയ്യ് തടവി കൊടുത്തതിന് ശേഷം ഈ ഒരു ഹോളുള്ള ചില്ലാണ് എടുത്തിട്ടുള്ളത്, ഏറ്റവും ചെറിയ ഹോൾസുള്ള. എന്നിട്ട് അതിൽ നന്നായിട്ട് നെയ്യൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് നമുക്കിതൊന്ന് ലെവൽ ചെയ്തിട്ട് ആദ്യം തന്നെ വെക്കാം. ഇനിയിപ്പം ഈ ഒരു നമ്മുടെ സേവനായിലേക്ക് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവില്ലേ, അത് എത്രത്തോളം ഫില്ലാവുന്നോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കുമല്ലേ, എന്നാലും നമ്മളിപ്പം വീഡിയോ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിലായിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇടിയപ്പം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇതിനെ ഇതുപോലെ ചെറിയ പീസ് അളവിൽ വാഴയില എടുത്ത് വെച്ചിട്ട് വാഴയിലാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഫ്ലേവറും കൂടി വന്നിട്ട് അതിലേക്ക് നന്നായിട്ട് ഓയിലോ നെയ്യോ എന്താണോ ഇഷ്ടമുള്ളത് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ തേങ്ങ ഇതുപോലെ ചിരകിയത് വെച്ച് കൊടുക്കുക കേട്ടോ. തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക. എനിക്കിഷ്ടം ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ കടിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് അധികമായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തേങ്ങ വെക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നോർമൽ നമ്മൾ എങ്ങനെയാണോ ഇടിയപ്പം അരിപ്പൊടീൻ്റെ ഇടിയപ്പം ചെയ്യുന്നില്ല അതേ രീതിക്ക് തന്നെ സെയിം ഈ ഒരു പ്രസ് കൊണ്ട് ഇതുപോലെ എത്രത്തോളം തിക്നെസ് വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചുറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ലെയറായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരെണ്ണം എന്നുള്ള രീതിക്കാകുമ്പോൾ കുറച്ചൊരു ഇതായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടം. അല്ലെങ്കിൽ ഇങ്ങനെ വാഴയിലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പുറം നാട്ടിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക ഇഡ്ലിൻ്റെ ആ ഒരു തട്ടില്ലേ, ഇഡ്ലി തട്ടിൽ നെയ്യ് തടവിയിട്ട് അങ്ങനെയും തേങ്ങ വെച്ചിട്ട് ചുറ്റിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഇതുപോലെ ചുറ്റിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടി, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കളറും കിട്ടിയിട്ടുണ്ട്, നല്ല പഴുത്ത പഴയതുകൊണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അത്രയേ പരിപാടിയുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പഴം വേവിച്ച് വെച്ചിട്ടുള്ള സ്റ്റീമർ ഇല്ലേനോ, അതിൽ തന്നെ ഡയറക്റ്റ് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റത്തെ പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എത്രത്തോളം നിങ്ങളുടെ ആയിൽ കൊള്ളുന്നു അതിനനുസരിച്ച് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3-4 വെക്കുന്നുണ്ട്. ആ ഒരു കളറ് കാണുമ്പോൾ വന്നിട്ട് ശരിക്കും എന്തോ നല്ല രസം ഇത് കാണാൻ. ഭയങ്കര മൊഞ്ച പ്ലേറ്റിലൊക്കെ സെർവ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് വെറും 5 മിനിറ്റ്, ഒരു 4-5 മിനിറ്റേ വേവാനുള്ള ടൈമുള്ളൂ കേട്ടോ. പെട്ടെന്ന് റെഡിയാവും. അങ്ങനെ നമ്മുടെ കായ് ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. കായ് ഇടിയപ്പം എന്ന് നമ്മുടെ നാട്ടിലൊക്കെ പഴത്തിന് കായ് എന്നാണല്ലോ പറയുക, അല്ലെങ്കിൽ പഴം ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലപോലെ വെന്തിട്ടൊക്കെ ഉണ്ട്. ഇലയുടെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം വെന്തിട്ടുണ്ട് എന്നുള്ളത്. ഇനിയിപ്പോൾ ചൂടോടെ തന്നെ വേറെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. ഞാൻ ഓരോന്നായിട്ട് പെട്ടെന്ന് എടുത്ത് വെക്കട്ടെ. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടോടൊക്കെ തന്നെ കഴിക്കുമ്പോൾ ആ ലെയർ പോലെ തന്നെ ഇരിക്കും കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇലയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് കാണിച്ചു തരാം. കണ്ടില്ല, അടിയിലൊന്നും തേങ്ങയൊന്നും ഒട്ടിപ്പിടിച്ചിട്ട് ഒന്നുമില്ല. കറക്റ്റ് ഇങ്ങനെ കിട്ടും. എന്നിട്ട് പ്ലേറ്റിൽ സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയുള്ളൂ. എന്തായാലും ഒരു തവണയെങ്കിലും ട്രൈ ആക്കേണ്ട ഐറ്റം. പിന്നെ ഹെൽത്തി റെസിപ്പി അല്ല, കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഐറ്റമാണ്. അപ്പോൾ ഇത് വേറൊരു രീതി, ഒന്നിക്ക് ഇങ്ങനെ തനിയെ കഴിക്കാം. പക്ഷേ ഇതിലും ടേസ്റ്റ് എങ്ങനെ കഴിക്കാനാന്ന് വെച്ചാൽ തേങ്ങാപ്പാലിൽ കുറച്ച് പഞ്ചസാര, ഏലക്കായ് പൊടി ഇട്ടിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ പാലിൻ്റെ സ്റ്റ്യൂ ഒക്കെ അല്ലോ അങ്ങനെ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറയാൻ പറ്റില്ല എന്താ അതിൻ്റെ രുചി എന്നുള്ളത്. നിങ്ങൾ കഴിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ആക്കിയിട്ട് കഴിച്ച് നോക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്